ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്ന് വീട്ടിലത്തെ കറി എന്തിട്ടാണ്. അപ്പം ഞങ്ങളുടെ ഒരു ബന്ധു സുരേഷ് വിളിച്ച ഞങ്ങൾക്ക് കുറച്ച് ചെമ്മീനും എന്തോന്ന് മീൻ്റെ പേരച്ച പള്ളത്തിയാ മുണ്ടത്തി മീനും ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിങ്ങനെ ചെയ്യണ്ടേന്ന് കൂട്ടാൻ വെച്ച് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇത് നന്നാക്കേണ്ടതാണ്. ഇത് ആദ്യം നന്നാക്കണമെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കണം. അതാകുമ്പോൾ നമുക്ക് നല്ലത്. പക്ഷെ ചിലർ ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ നന്നാക്കും, ഇങ്ങനെ തലയൊക്കെ ഇതാക്കിയിട്ട്. പക്ഷെ ഇതിലൂടെ ഈസി എളുപ്പം എന്ന് പറയുന്നത് ഇച്ചിരി ചൂടുവെള്ളമില്ലേ, ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നല്ല സുഖമായിട്ട് എത്രയും നന്നായി സുഖമായി പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. ഞങ്ങളുടെ അവിടെ ഇതിനെ കാരച്ചെമ്മീൻ എന്നാണ് പറയണത്. നിങ്ങളുടെ അവിടെ എന്താന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂട്ടോ ഇതിനെ പറയണത്. ഒരു മുണ്ടത്തി ഉണ്ട്, ഇത് നമുക്ക് പൊടിമോൾക്ക് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഡിങ്കു കൊതിയപ്പൻ അപ്പൊ നമുക്കിത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം, വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടാ. അപ്പൊ ഞാൻ അതിലൊഴിക്കാനുള്ള ചൂടുവെള്ളം റെഡിയാക്കാൻ നിൽക്കണേ. അപ്പൊ ഈ ഇത് ശരിയാക്കുമ്പോഴേക്കും ചേട്ടൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചോണ്ടിരുന്ന കേട്ടാ. ഇതിലേക്ക് കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം, റോസ്റ്റ് ചെയ്യാം, പിന്നെ കുറച്ച് അപ്പൊ കറി വെക്കാം. മുണ്ടത്തി നമുക്ക് വറക്കാം. അപ്പൊ ഇരിക്കുന്ന സാധനങ്ങൾ സവാള, ഇഞ്ചിയും പച്ചമുളകും, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നാളികേരം, ഇതൊക്കെ വേണം. ഇതൊക്കെ ഇവിടെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ കുറച്ച് സാധനം മേടിക്കണം നമ്മളത് ഞാൻ പറയാം, അത് മേടിച്ചോണ്ടല്ലോ. അപ്പോഴേക്കും നിങ്ങൾ മേടിച്ച് വരുമ്പോഴേക്കും എന്തായാലും നാരങ്ങ വെളിച്ചെണ്ണ ഇല്ല. ബാക്കി എല്ലാ സാധനം നാളികേരം, ഇഞ്ചിയും പച്ചമുളകും, സവാളയൊക്കെ ഉണ്ട്. പക്ഷെ വെളിച്ചെണ്ണ ഇല്ല. അച്ഛനും മക്കളും വെളിച്ചെണ്ണ മേടിച്ചിട്ട് വരണം. അത്ഭുതം. ഞാന് ഈ റോസ്റ്റ് ചെമ്മീന് ക്ലീൻ ആക്കി വെക്കാം. അപ്പൊ അച്ഛനും മക്കളും വെളിച്ചെണ്ണ മേടിച്ചിട്ട് വാ, അപ്പോഴേക്കും ഞാനിത് ക്ലീൻ ആക്കി വെക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മള് ചൂടുവെള്ളം റെഡി ആക്കിണ്ട്. ഇനി ചൂടുവെള്ളം ഒഴിക്കുക. ചെമ്മീനത് കളറൊക്കെ ചീഞ്ഞിട്ട് ഒന്ന് പിടിച്ച പൊന്നൂസേ, പിടിക്കിട്ടാ പിടിച്ചോണ്ടിട്ടാ. ഈ ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോ അതെ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാംസം കിട്ടും, വേസ്റ്റ് ആവില്ല. കണ്ട ആ മീനിന്റെ കളർ മാറും. കണ്ട ചെമ്മീന്റെ നേരത്തെ കളറില്ല, കണ്ട ഒരു ഓറഞ്ച് കളറാണ്. കണ്ട ഇത് കണ്ണു മീനിന്റെ എല്ലാ മീനും ഇങ്ങനെ ഈ കളറായിരുന്ന മീനുകളൊക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ നന്നാക്കുകയാണെങ്കിൽ, ചൂടുവെള്ളം ഒഴിച്ച് നന്നാക്കുകയാണെങ്കിൽ നമുക്ക് അധികം മാംസങ്ങളൊന്നും പോവില്ല. പച്ചയ്ക്ക് ആകുമ്പോ നമ്മളിങ്ങനെ അതിന്റെ തൊണ്ടൊക്കെ പൊളിക്കുമ്പോ മാംസമൊക്കെ കുറച്ചൊക്കെ പോവും. ചിലപ്പോ നമ്മുടെ കൈ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടില്ല. ഇതാകുമ്പോ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കണ്ട ഒരു കളർ മാറ്റം കാണാം. നേരത്തെ ഒരു മണ്ണിന്റെ കളർ പോലത്തെയായിരുന്നു, ഇപ്പൊ കണ്ട കളർ വ്യത്യാസം. ഒരു കുറച്ച് നേരം വെക്കണം കേട്ടാ, എന്നാലേ ശരിയാവുള്ളൂ. വലിയ ചെമ്മീൻ്റെ അടുത്ത കൃഷി കണ്ട ഈ ചെമ്മീന്റെ കളർ വേറെ അല്ലേ. നേരത്തെ ചൂടുവെള്ളം വെച്ചപ്പോ ഒരു ഓറഞ്ച് കളറായി ആക്കണത്. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നാക്കിയിട്ട് കറി വെക്കാം, മീൻകറി പോലെ വെക്കാം, പിന്നെ കുറച്ച് നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ അടുത്തുള്ള രവിച്ചേട്ടന്റെ കടയിൽ ഞങ്ങൾ വെളിച്ചെണ്ണ വാങ്ങിച്ചു, പിന്നെ പപ്പടം വാങ്ങിച്ചു, 2 ചെറുനാരങ്ങ വാങ്ങിച്ചു, പിന്നെ തേനിലാവ് വാങ്ങിച്ചു. നിങ്ങളുടെ അവിടെ ഉണ്ട് തേനിലാവ്, ഇത്ര വലിയ തേനിലാവ്. ഇതിന് 5 രൂപ കേട്ടാ. പിന്നെ സംഭാരം വാങ്ങിച്ചു, പിന്നെ ഫ്രീ ആയിട്ട് മാങ്ങ തന്നു, മാങ്ങ. അപ്പൊ നമുക്ക് ചെമ്മീനിലോട്ട് പോവാം. എന്തൊക്കെയാ ചെയ്യണേ, എന്തൊക്കെയാ അറിയണേ? സവാള അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് പിന്നെ കടയിൽ പോണേക്കെ മുന്നേ ഞാൻ സവാള പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചു. കുറേ സവാള പാടില്ല കേട്ടോ. കുറേ സവാള ഇടുമ്പോൾ റോസ്റ്റ് ഭയങ്കര മധുരം വരും. അപ്പം അത്യാവശ്യത്തിന് സവാളയും പച്ചമുളകും ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയും കൂടിയും തോലൊക്കെ കളഞ്ഞ് കഴുകി നമ്മൾ ചതച്ച് വെക്കുക. ചിലർ പേസ്റ്റാക്കി ഉപയോഗിക്കും. ഞാൻ കൂടുതലും ചതച്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തിട്ട് ചെയ്യാം. നമുക്ക് ഇത് കഴിഞ്ഞാലേ ചെമ്മീൻ നമുക്ക് വൃത്തിയാക്കാം. കാരണം ഇതിപ്പോൾ ചൂടുവെള്ളത്തിലായിട്ട് നോക്കിയേ, ഒന്ന് പോയി നോക്കിയാൽ അച്ഛനും മക്കളും ചൂടുവെള്ളത്തിൽ പോയിട്ട് കളറൊക്കെ മാറി സെറ്റായിട്ടുണ്ട്.
ഇനി നമുക്കത് നന്നായി വൃത്തിയാക്കി എടുക്കാം കേട്ടാ. അപ്പൊ നമുക്ക് അടുത്തത് വൃത്തിയാക്കി എടുക്കാം. അച്ഛനമ്മയും ചെമ്മീൻ നന്നാക്കാണ്. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അമ്മ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അമ്മയ്ക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛനും കൂടി സഹായിക്കാണ്. പിന്നല്ല, എനിക്ക് നന്നാക്കാൻ കറക്റ്റ് ആയിട്ട് അറിയില്ല. അതിങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മാംസം ഫുള്ളായിട്ട് കിട്ടും. അപ്പൊ അത് കണ്ട ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് നന്നായി കഴുകണം കേട്ടോ. നല്ല രീതിയിൽ കഴുകണ്ട, നല്ല രീതിയിൽ കഴുകിയെടുക്കാം. അപ്പം ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനും ഇത് കറി വെക്കാനാണ്. അപ്പം ഫ്രൈ ചെയ്യാനൊക്കെ ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, സവാള, വേപ്പിൻ്റെ എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ നാരങ്ങ മേടിച്ചേക്കുന്നത് ഫ്രൈയില് ലാസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞിട്ട് കഴിക്കാനാണ്. പിന്നെ കറിയിലേക്ക് നമുക്ക് സാധാരണ മീൻകറി അറിയാലോ, ഇഞ്ചി പച്ചമുളകൊക്കെ പിന്നെ മല്ലിപ്പൊടി, മുളക് ഒക്കെ കൂട്ടി, പിന്നെ ചിലവര് മാങ്ങ ഇടും, ചിലര് കൊടപ്പുളി ഇടും. അത് ഓരോരുത്തര പുളിയിൽ ഇത് ഓരോരുത്തർ ഇഷ്ടമാണ്. മാങ്ങ ഇടാം, കൊടപ്പുളി ഇടാം. അതൊക്കെ വെച്ച് നമുക്ക് കറി ഇതിൽ വെക്കാം, ഫ്രൈ ചെയ്യാതെടുക്കാം. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് രണ്ടും ഉപ്പും മുളകൊക്കെ തേച്ച് ഇതിന് മസാല ഇടണം. അതിന് മസാല ഇടണ്ട കേട്ടോ കറി വെക്കുന്നത്. ഇതിൽ ഉപ്പും മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് നമുക്ക് തേച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വറക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ എന്താ പറയുക സബോളയൊക്കെ ഇട്ടിട്ട് ഫ്രൈയിലിടാം. പിന്നെ മീൻകറി വെക്കാൻ നമ്മൾ നാളികേരം വേണം. ചേട്ടൻ അന്ന് എനിക്ക് നാളേരം പൊടിക്കാൻ അറിയില്ല. അത് കാരണം ചേട്ടനാണ് നാളേരം പൊടിക്കണത്. അപ്പോൾ നമുക്കിത് 1.5 മണിക്കൂർ പഠിക്കും. ഞാൻ നാളേരം വിളിക്കാം. അത് കാരണം നമ്മൾ രാത്രിയാവെന്ന് പറഞ്ഞു. അപ്പം നമുക്കിത് മസാലയൊക്കെ പരത്തിയിട്ട് വെക്കാം. അപ്പോഴേക്കും ചേട്ടൻ നാളേരം പൊളിച്ചു കൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മീൻകറി വെക്കുകയാണ് ചെമ്മീൻ കൊണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇഞ്ചിയും പച്ചമുളക്, വേപ്പിൻ്റെ ഇല, പിന്നെ പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ, പിന്നെ കുടപ്പുളിയാണ് ഞാൻ ഇട്ടേക്കണേ കേട്ടാ. ഇത് 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാല് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമ്മളത് വേവിച്ചെടുക്കുകയാണ്. ഇത് ഇറക്കാറാവുമ്പോൾ ഞാൻ 1-ാം പാല് ഒഴിക്കും. അത് മുണ്ടത്തി പൊടിമോൾക്ക് മാത്രമല്ല. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളതിലേക്ക് ഉള്ളി കാച്ചിടാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളി കാച്ചാന്നാ പറയുക. അപ്പം നമുക്ക് നോക്കാം. ഇനി ഉള്ളി കാച്ചി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ ചെമ്മീൻ നമ്മൾ നേരത്തെ മസാല ഒക്കെ പരത്തി വെച്ചിട്ടുണ്ട്. പൊടിമോളുടെ പുട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പൊടിമോൾക്ക് കാലത്ത് പുട്ടായിരുന്നു. അപ്പോൾ പുട്ട് കൊടുത്തത് അവിടെ കഴിക്കാണ്ട് അവിടെ വെച്ചേക്കാണ്. ചെമ്മീൻ റോസ്റ്റ് ആയിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റിലേക്ക് നമ്മൾ മസാലയൊക്കെ പറ്റി ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കും മൺചട്ടിയിലല്ലേ വെക്കണ്ടേന്ന്. ഇതെന്ത് ഈ പാത്രത്തിൽ മൺചട്ടിയിൽ 3-4 മേടിച്ചതാ. ചേട്ടൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ മൺചട്ടി പൊട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ പൊട്ടിയായിട്ട് അവസാനം ഈ ഒരു ചട്ടി ഞങ്ങളാക്കിയതാണ്. അപ്പോൾ ചെമ്മീൻ കറി ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ പൊടിമോളുടെ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ പൊടിമോളുടെ മുണ്ടത്തി വറുത്തത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ. ഇത് മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ചുണ്ട്. അത് ഞാൻ വെച്ചിട്ടില്ല, അത് അടുക്കളയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ, ഞങ്ങളുടെ ഇന്നത്തെ ഞായറാഴ്ച സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോയിലേക്ക് വന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്.